This is 100 gram of tofu and this is 100 gram of paneer. ഇത് രണ്ടും പ്രോട്ടീൻ്റെ എക്സലൻറ്റ് സോഴ്സസ് ആണ്. ആൻഡ് വിച്ച് വൺ ഇസ് ഗുഡ് നമുക്കൊന്ന് നോക്കാം. ഈ ടോഫു എന്ന് പറയുന്നത് 100 ഗ്രാമിൽ അറൌണ്ട് 145 കിലോ കലറീസ് ആണുള്ളത്. ആൻഡ് പനീറിൽ 265 കലറീസ് ആണ് ഉള്ളത്. ആൻഡ് ടോഫുവിൽ ഫാറ്റ് കുറവായിരിക്കും ആൻഡ് ഗുഡ് ഫോർ ഹാർട്ട് ഹെൽത്ത്. പനീറിലാണെങ്കിൽ ഫാറ്റ് കുറച്ച് കൂടുതലാണ് ആൻഡ് കാൽഷ്യവും അതേപോലെ തന്നെ കൂടുതലാണ്. ഇനി ടോഫുവിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അറൌണ്ട് 10 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ആണ് വരുന്നത്. ആൻഡ് പനീറിലാണെങ്കിൽ അറൌണ്ട് 18 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ആണ് വരുന്നത്. ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഗോൾ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് കുറച്ച് കലറീസ് മതി, അല്ലെങ്കിൽ എനിക്ക് പ്രോട്ടീൻ വേണം, കുറച്ച് കലറീസ് മതി, ഫാറ്റ് കുറച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടോഫു കൊടുക്കാം. ആൻഡ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കണം, കലറീസ് കൂടിയാലും കുഴപ്പമില്ല, എനിക്ക് പ്രോട്ടീൻ കിട്ടണം, അങ്ങനെയുള്ള കേസസിലാണെങ്കിൽ നമുക്ക് പനീറിലേക്കും വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഡെയിലി വേണ്ട പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 0.8 ഗ്രാം ടു 1 ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ്. അതായത് ഇപ്പം നമ്മളൊരു 60 kg ആണെന്ന് വിചാരിക്കാം. നമുക്ക് അറൌണ്ട് 60 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഒരു ദിവസം നമ്മൾ ഇൻടേക്ക് ചെയ്യണം. അതായത് ഓരോ മീൽസിലും 25% പ്രോട്ടീൻ എങ്കിലും നമ്മൾ ഇൻടേക്ക് ചെയ്യണം. ഇനി നല്ല പ്രോട്ടീൻ സോഴ്സസിനെ കുറിച്ച് അറിയണമെങ്കിൽ ചെക്ക് ഡിസ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ കൂടുതൽ പ്രോട്ടീനെ കുറിച്ച് അറിയണമെങ്കിൽ യു ക്യാൻ കമന്റ് പ്രോട്ടീൻ ഇൻ ദ കമന്റ് ബോക്സ്.